ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്താ ടേസ്റ്റിന് വേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? അതിലും സാധാരണ ചേർക്കുന്ന സാധനങ്ങളെ ഞാൻ ചേർത്തിട്ടുള്ളൂ. പക്ഷെ ഇവിടുന്ന് നേരിട്ടെടുക്കുമ്പോ എല്ലാം നല്ല ശുദ്ധമായിരിക്കും. അതുകൊണ്ട് അത്രയ്ക്കൊക്കെ ടേസ്റ്റ് തോന്നുന്നേ. കൃഷ്ണ, എനിക്ക് ഒരു പീസ് കൊണ്ട് തരുമോ? മണിക്കുഞ്ഞെ, താൻ പറഞ്ഞത് ശരിയാടോ. വിഷമില്ലാത്ത എന്തെങ്കിലും കഴിക്കണമെങ്കിലേ ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ വരണം. ഓ, സാറ് പറഞ്ഞ ശാസ്ത്രം, ഞാൻ പറഞ്ഞ അത് തല്ലിപ്പുള്ളി വർത്താനം. ഇതെന്തൊക്കെയാണ് സാറേ ഇവിടെ നടക്കുന്നത്? നവീനെ, ഇയാള് തനിക്ക് പറ്റിയ കൂട്ടാ. ഇതുപോലെ വേറെ ഒന്നും ഉണ്ടോ? ഒരെണ്ണം എടുക്കാൻ. എവിടുന്ന സാറേ, ഇതൊക്കെ റയർ പീസല്ലേ. നവീൻ പോയിരിക്കുന്നത് ഏതോ ദൂരദിക്കിലേക്കാണല്ലേ? അതെമ്മേ. ബിസിനസ് ആണ് ലക്ഷ്യം. പക്ഷേ സത്യത്തിൽ അത് മനസമാധാനം തേടിയുള്ളൊരു യാത്രയാണ്. ഉള്ള സ്വസ്ഥത നഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ അത് തിരിച്ചെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ. അവന്റെ ചിരിയും കളിയും ഒക്കെ ഇനി എന്നാ തിരിച്ചു കിട്ടുക? അവൻ വേദനിക്കുന്നത് കാണുമ്പോഴൊക്കെ അതിന് കാരണക്കാരൻ നമ്മളാണല്ലോ എന്നുള്ള കുറ്റബോധം വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അമ്മേ, ഞാനിന്നും ഗാഥമോളെ വിളിക്കട്ടെ. നിൽക്കുന്നത് സിത്താരയുടെ അടുത്താ. എന്നാലും അതൊരു ശരിയായ കാര്യമല്ലല്ലോ. ഞാൻ വിളിച്ച് സംസാരിക്കാം. ആ കുട്ടിയോട് ഇങ്ങോട്ട് വരാൻ പറയാം. വേണ്ട സുമിത്രേ, ഗാഥയുടെയും നവീന്റെയും വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് നാളുകളിലേ ആയിട്ടുള്ളൂ. ഇതിനിടയിൽ പലതവണയായി ഗാഥ മോളുടെ പണയും പോക്ക്. മനസ്സിന് സുഖമില്ല, നാഗഭയമുണ്ട്. ഇതൊക്കെ ശരി തന്നെയാ. പക്ഷെ അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റുമോ? നന്ദേട്ടാ, അങ്ങനെ പറഞ്ഞാലോ? ഈ മനസ്സിന്റെ അസ്വസ്ഥതയും നാഗഭയവും ഒക്കെ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷം മാത്രമല്ലേ? അപ്പൊ നമുക്കല്ലേ കൂടുതൽ ഉത്തരവാദിത്വം? എന്നാലും വിളിക്കുന്ന ഒന്ന് ആലോചിച്ചിട്ട് മതി. മക്കളുടെ വാശി നമുക്ക് കാര്യമാക്കണോ? എല്ലാം പറഞ്ഞ് തണുപ്പിക്കേണ്ടത് നമ്മളല്ലേ? ഇപ്പൊ വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? നവീൻ വരട്ടെ. അവന്റെ ജീവിതത്തിന്റെ കാര്യമാ. അവന്റെ തീരുമാനം എന്താണെന്നൊന്ന് അറിഞ്ഞിട്ട് മതി നമ്മുടെയൊക്കെ ഇടപെടൽ. നിന്റെ മകൻ ഒരു സാധാരണ ചെറുപ്പക്കാരനാണോ? അല്ലല്ലോ. ചെയ്യുന്ന ജോലികളിലെല്ലാം കഴിവ് കാണിക്കുന്നവനാ. എവിടെ ചെന്നാലും ഒന്നാം സ്ഥാനത്ത് നിന്നവനാ. അവന്റെ വിവാഹ ജീവിതത്തിൽ നടക്കാവുന്ന കാര്യങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? അമ്മ എന്താ ഈ പറയുന്നത്? ഇനിയിപ്പം നന്മയും തിന്മയൊക്കെ നോക്കിയിട്ട് കാര്യമുണ്ടോ? നോക്കേണ്ടത് നോക്ക് തന്നെ വേണം. പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അതുകൊണ്ടാ ഞാനും നന്ദനും പറയുന്നത്, നവീൻ എന്താണോ തീരുമാനിക്കുന്നത് അവന്റെ ജീവിതത്തിൽ അത് നടന്നാ മതി. നമ്മളായിട്ട് ഇനി ഒന്നിനും നിർബന്ധിക്കണ്ട. എന്റെ അഭിപ്രായവും അത് തന്നെയാ. തൽക്കാലം ഗാഥമോൾ അവിടെ തന്നെ നിൽക്കട്ടെ. ഓ, അത് ശരി. അപ്പോ എല്ലാവരും അവളെ മനസ്സിൽ നിന്ന് തൂത്തു തുടച്ചു കഴിഞ്ഞു. അയ്യോ, ഇനി മനസ്സങ്ങനെ മാറി അവളിങ്ങോട്ട് ഫോൺ വിളിച്ചാലോ? ആ, അത് സംഭവിക്കാൻ പാടില്ല. അതിനുള്ള വഴി എന്റെ കയ്യിലുണ്ടല്ലോ. ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ ഇത്രയും ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഒരു വസ്തു ഒഴിച്ച് വേറെ ഒന്നും കൊടുക്കാനുമില്ല. കൃഷ്ണേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. നവീന്റെ കാര്യമായിരിക്കും. അതെ, നവീന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടുപിടിച്ചു. പറയേ. നവീനെ ആൾ അസലൊരു മാന്യന. അയ്യോടാ, അതിപ്പോ നീ കണ്ടുപിടിക്കാതെ തന്നെ ശരിയാ. ഷോ, അതല്ലടി പെണ്ണെ. സാധാരണ ആണുങ്ങളാണെങ്കി തൊട്ടടുത്തൊരു പെണ്ണ് ചെന്ന് നിന്നാ ഒരു നോട്ട് നോക്കില്ലേ?
ഇതങ്ങനെയൊന്നുമില്ല. അനിയൻ സാറ് നമ്മളെന്ന് പരിചയപ്പെടുത്തിയില്ലേ, 2 പേര്. അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്ന് നോക്ക പോലും ഉണ്ടായില്ല. എന്നോട് ജസ്റ്റ് ഒരു ഹായ് മാത്രം. ആണുങ്ങളിങ്ങനെ കാണാൻ വലിയ ബുദ്ധിമുട്ടാ. ഇവിടെ 10-70 വയസ്സുള്ള വയസ്സന്മാര് വരെ നോക്കിക്കൊല്ലും മനുഷ്യനെ. അപ്പോഴാണ് ഇങ്ങനൊരു ഐറ്റം. അന്തസ്സുള്ള ആണുങ്ങളെ ഈ നാട്ടിൽ ഒരുപാടുണ്ട്, നീ കാണാഞ്ഞിട്ടാ. എന്തായാലും അക്കൂട്ടത്തിൽ ഒരെണ്ണത്തിനെ കണ്ടല്ലോ, അത് മതി. നീ ഇത് കൊണ്ടുപോയി കൊടുത്തേ. നീയും കൂടെ വാ. എന്നിട്ട് അടുത്ത് കൊണ്ടു ചെന്ന് ഒരു കഷ്ണം എടുത്ത് വായിൽ വെച്ചു കൊടുക്ക്. ഇന്നത്തോടെ എന്റെ ജീവിതം അവസാനിക്കണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ നിനക്ക്? കൃഷ്ണമോളെ, കൃഷ്ണമോളെ, ആയില്ലേത്? കൊണ്ടുപോയി കൊടുക്ക്. നീ വാ. വാ, നടക്ക് നടക്ക്. ഈ വസ്തുവിന്റെ 4 വശവും കയ്യാലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി കൈപ്പുണ്യക്കാരുടെ കൈ കൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ട് കൊടുത്തേ. താങ്ക് യു. സാറേ, ദേ ഇതിന്റെ പാചകം കൃഷ്ണ മാത്രമല്ലേ? ദേ ഇത് തൊട്ടിട്ടില്ലല്ലോ. അതെന്താ മണിക്കുഞ്ഞെ മോളിക്കുട്ടി വിട്ടാ? ഓ, ഒന്നുമില്ല സാറേ. ഓ, വേണമെങ്കിൽ കഴിക്കും. ഞാൻ കഴിച്ചോളാം. ഓ, വാവ്, സാർ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതില് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലേ? ശരിയാ സാറേ, പച്ചമാങ്ങ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്, ഉപ്പും കൂട്ടി കഴിച്ചിട്ടുണ്ട്, മുളക് ചേർത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല കിടുക്കൻ സംഭവം. ഇതെന്താ, ടേസ്റ്റിന് വേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? അതില് സാധാരണ ചേർക്കുന്ന സാധനങ്ങളെ ഞാൻ ചേർത്തിട്ടുള്ളൂ. പക്ഷെ ഇവിടുന്ന് നേരിട്ടെടുക്കുമ്പോ എല്ലാം നല്ല ശുദ്ധമായിരിക്കും. അതുകൊണ്ട് അത്രയ്ക്കൊക്കെ ടേസ്റ്റ് തോന്നുന്നേ. കൃഷ്ണ, എനിക്ക് ഒരു പീസ് കൊണ്ട് തരുമോ? അനിൽ സാറേ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. എന്താ? നമ്മുടെ ഈ കട്ടൻ ചായ ഇല്ലേ, അതിലാകെ 3 സംഗതിയല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ 100 സ്ഥലത്ത് നിന്ന് കട്ടൻ ചായ കുടിച്ചാൽ അതിന് 100 ടേസ്റ്റ് ആയിരിക്കും. അതിലെ ഏതെങ്കിലും ഒന്ന് നമ്മുടെ നാവിൽ അങ്ങനെ ഒട്ടിച്ചേർന്ന് കിടക്കും. ഏകദേശം അതുപോലത്തെ ഒരു സംഭവമാണ് കൃഷ്ണയുടെ ഈ പ്രോഗ്രാം. പറയുമ്പോൾ സംഭവമൊന്നുമില്ല, പക്ഷെ ആസ്വദിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. കൃഷ്ണേ, ദേ ഇനി ഞങ്ങൾ വരുമ്പോ എന്തെങ്കിലും കാര്യമായിട്ട് വെച്ചുണ്ടാക്കി തരണം കേട്ടോ. അതിനെന്താ മാണിക്കുഞ്ഞേ, നമുക്ക് ചെയ്യാലോ. എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാ മതി.